ഹലോ ഗായ്സ്, അപ്പം ഞാനും ഏട്ടനും കൂടെ ഒന്ന് മുട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ആദ്യം വന്നത് ഫാൻസിയിലേക്കാണ്. കുറച്ച് വളയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച്. നമുക്കാണെങ്കിൽ ഇക്കൊല്ലം വിഷു ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ അമ്മമ്മ മരിച്ചിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ വിഷു ഒന്നും വലിയ രീതിയിലൊന്നും ആരും ആഘോഷിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നാളെ എന്തായാലും ഒന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുപ്പികളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മുടെ പഴയ സെറ്റ് സാരിയും പഴയ ബ്ലൗസൊക്കെ എടുത്തിട്ട് ഒരു അമ്പലത്തിൽ പോകുക, അത്ര തന്നെ കേട്ടോ. വിഷുക്കോടി ഒന്നും ആർക്കും എടുത്തിട്ടില്ല, കുഞ്ഞുങ്ങൾക്ക് പോലും എടുത്തിട്ടില്ല കേട്ടോ. കുപ്പിവള എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കുറേ ആയിട്ട് ഞാൻ കുപ്പിവളകളൊന്നും ഇടാറില്ല. അതുകൊണ്ട് തന്നെ വളയുടെ കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. പണ്ടാണെങ്കിൽ ഒത്തിരി കുപ്പിവളയുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ടാവേ, ഇപ്പം അതൊന്നുമില്ല. അങ്ങനെ വളയെല്ലാം എടുത്തിട്ട് അതിനുശേഷം വെറുതെ ഒന്ന് കമ്മൽ നോക്കിയതാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്മലും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കമ്മലൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് ഈ വിഷു ഓണൊക്കെ വരുമ്പോഴേ കുപ്പിവളയൊക്കെ വാങ്ങിത്തരും കേട്ടോ. വാങ്ങി തന്നിട്ട് നമ്മൾ അന്ന് അതൊക്കെ ഇടും. അതിന് ശേഷം ഒരു കവറിലൊക്കെ ഇട്ട് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പിൻ്റെ ബോക്സ് ഇല്ലേ, പുതിയ ചെരുപ്പ് വാങ്ങിയ ബോക്സ് ഒക്കെ കിട്ടില്ലേ, അതിലൊക്കെ ഇതെല്ലാം സൂക്ഷിച്ച് വെക്കും. പിന്നെ ഇതൊക്കെ ഇടുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മുടെ സ്കൂളിൽ ബുധനാഴ്ച വരാൻ കാത്തിരിക്കും. അന്ന് കളർ ഡ്രസ്സാണല്ലോ ഇടുക. അന്ന് ഓണത്തിനും വിഷുവിനും വാങ്ങിയ വളകളും കമ്മലുകളും ഒക്കെ ഇട്ടിട്ടാട്ടോ പോവുക. ഞാൻ വളയെല്ലാം വാങ്ങിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അനിയത്തി വിളിച്ചത്. അവൾക്കും കുപ്പിവള വേണം, അതുപോലെ തന്നെ പൊട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് വന്നിട്ട് അവൾക്കുള്ള പൊട്ടും വളയൊക്കെ വാങ്ങിട്ടോ. ഇന്ന് വിഷു ആണല്ലോ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു. എൻ്റെ വിഷുവിലെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ നാളെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ തൊട്ടിട്ട് ബിസി യു.